ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡീഷൻ സ്കൈ ബ്ലോക്ക് സീരീസിൻ്റെ എപ്പിസോഡ് എത്രയും 4 എപ്പിസോഡ് 4 അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ്? ഇന്ന് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ ചെറിയൊരു സംഭവം ചെയ്യാൻ പോകണം. ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ നമുക്ക് ഇവിടെ വീറ്റ് ഫാം ഇല്ലേ, അത് മൊത്തം നമുക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് ചെറിയ ടെക്നിക്ക് ഉണ്ടാക്കാൻ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേറൊരു സംഭവം നോക്കണമെങ്കിൽ നമുക്ക് വില്ലേജറിനെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വില്ലേജറിനെ ക്യൂർ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ വീഡിയോ ഫുള്ളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. വില്ലേജറിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കിടണം പോയി അങ്ങനെ വില്ലേജറിനല്ല, ഒരു ഗോൾഡൻ ആപ്പിളും മറ്റേ ഈ ക്യൂർ ചെയ്യുന്ന സാധനമില്ല, അതിൻ്റെ പേരെന്ന് പറഞ്ഞോളാം, ഒരു പോയിസണിൻ്റെ ബോട്ടിൽ, അതും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കിടലം വഴിയുണ്ട്. നമ്മുടെ മോബ് ഫാം കുത്തിയിട്ട് ചെയ്യുന്ന കാണാം ഒരു യൂട്യൂബേഴ്സൊക്കെ. പക്ഷെ അതല്ല, ഇത് ബെഡ് റോക്ക് എഡീഷൻ ആയതുകൊണ്ട് ബെഡ് റോക്ക് എഡീഷനിൽ നമുക്കൊരു വേറൊരു സംവിധാനമുണ്ട് വില്ലേജറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വില്ലേജറിനെ കിട്ടും. അതിലൂടെ ഒരു സംവിധാനമുണ്ട്. മൈൻക്രാഫ്റ്റ് ആദ്യം തൊട്ടേ കളിക്കുന്നവർക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന്. അതിൻ്റെ വീഡിയോയിൽ കിടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ടാക്കട്ടെ. നമ്മളെ ചെറിയ സ്റ്റോറേജ് ആണ്, അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ടാക്കട്ടെ. നമുക്ക് കുറേ ഐറ്റംസൊക്കെ കിട്ടുന്ന നേരം വെക്കാമല്ലോ. ഇപ്പോൾ മോബ് ഫാം നമുക്കൊന്ന് വലുതാക്കണമെന്ന് വെച്ചാൽ മെല്ലെ പോകുന്നുള്ളൂ. മോബ്സ് നമുക്ക് എന്തായാലും മോബ് ഫാം മൊത്തം ഒന്ന് വലുതാക്കിയിട്ട് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കണം. എന്തായാലും ഈ എപ്പിസോഡിലൂടെ ഒരു സംഭവം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഗായ്സ്, നമ്മൾ സ്റ്റോറേജ് ഏരിയ ഒക്കെ സെറ്റാക്കി നമ്മൾ ഇവിടെയുള്ള ഫാം മൊത്തം ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെ മുറിച്ച് മാറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ സ്ലാബ് വെച്ച് എന്നിട്ട് മുറിച്ച് മാറ്റിയാണ്. അപ്പോൾ ആണെങ്കിൽ ഡേട്ടൊന്നും പോവില്ല, ഡേട്ടൊക്കെ ചെസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെസ്റ്റിലല്ല, കയ്യിൽ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് ചെസ്റ്റിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോകണം. മറ്റേ പൊട്ടറ്റോ ഫാം എന്ന് പറയും. പൊട്ടറ്റോൻ്റെ ഒരു ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഡേട്ട് വേണം, ഒരു വാട്ടർ ബക്കറ്റ് ആൻഡ് കുറച്ച് സ്ലാബ് വേണം. ഫസ്റ്റ് നമ്മൾ ഇവിടെ 2-3 സ്ലാബ് വെക്കാം. ഇതിലൂടെ ഒരു ഡേട്ട് വെക്കണം. ഒരു ഡേട്ട്, പിന്നെ ഇവിടെ ഡേട്ട് വെക്കാം. ആൻഡ് പിന്നൊരു വാട്ടർ ബക്കറ്റിൽ വെള്ളം വരാം. എന്നിട്ട് നമ്മളൊരു എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഇതൊന്ന് ടിൽറ്റ് ചെയ്യണം. എന്നിട്ട് ഫാം ലാൻഡ് ആക്കണം. ഒരു ബ്ലോക്ക് ഫാം ലാൻഡൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ക്യാമ്പ് ഫയർ എടുത്ത് ഇപ്പുറം വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സംവിധാനമാണ്, സംഭവം കാണിച്ചു തരാം. ഒരു പൊട്ടറ്റോ മാത്രമേ ഇവിടെ അതിലുള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയ സംവിധാനമുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഇതേവൈസ് നമ്മൾ പൊട്ടറ്റോ വെക്കും, ഇങ്ങനെ ബോംബിൽ വെക്കും. അപ്പം നമുക്ക് കുറേ പൊട്ടറ്റോ കിട്ടും. അതെടുത്തിട്ട് അടിയിലുള്ള മറ്റേ ഇവിടെ വെക്കും. പൊട്ടറ്റോ മുറിക്കാൻ നേരം നമ്മളെ കയ്യിൽ കുറേ പൊട്ടറ്റോ വരും. അതിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ബ്ലോക്ക് വെക്കണം. ഇങ്ങനെയാണ് ഫാം ഉണ്ടാക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോക്ക് കൂടി ഇവിടെ വെക്കാം. അപ്പോൾ മുകളിലോട്ട് തെറിച്ച് വരുന്ന കസേര. ഓക്കെ, നമ്മളെന്തായാലും ഇതിൽ തുണിയിട്ട് കൂട്ടാം. ആൻഡ് ബോൺവീലെടുത്ത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, പിന്നെ പൊട്ടിക്കുക, പിന്നെ പൊട്ടറ്റോ വെക്കുക. ബോൺവീലെടുത്ത് 2 ക്ലിക്ക് ചെയ്യുക, പൊട്ടിക്കുക, പൊട്ടറ്റോ വെക്കുക, ബോൺവീലെടുക്കുക, 2 ക്ലിക്ക് ചെയ്യുക, പൊട്ടിക്കുക. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള മറ്റേ പൊട്ടറ്റോ എടുത്തിട്ട് ക്യാമ്പ് ഫയറിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ കിച്ചൺ. നമ്മളെ ഫുഡ് ജനറേറ്റർ എന്ന് പറയാൻ വേണ്ടി. ബോൺവീൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് ഫാം നമ്മളെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മളെ കയ്യിലേക്ക് തന്നെ വരും. ഇതാണ് നമ്മളെ സംവിധാനം. അപ്പോൾ നമുക്ക് അടുത്ത സംവിധാനം ചെയ്യാം. അടുത്ത ഞാൻ വന്ന സാധനം നമുക്ക് ചെയ്യാം. വില്ലേജറിനെ കണ്ടുപിടിക്കാൻ പോവാം. വില്ലേജറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറേ ഐലൻഡും കാര്യങ്ങളും ഇവിടെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊരു ഐലൻഡ് സർവൈവൽ ഗെയിമാണ്, സർവൈവൽ മോഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ സ്കൈ ബ്ലോക്ക് മോഡാണ്, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഇതിൽ കുറേ ഐലൻഡുകളുണ്ട്. കുറേ ഐലൻഡുകളുണ്ട്.
ഇതിൽ വില്ലേജ് ഉണ്ടാവില്ല, പക്ഷേ ഒരു സംവിധാനമുണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. വില്ലേജിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സംഭവം ഉണ്ട്. അതായത് സോംബി ഉണ്ടാവും, സോംബി വില്ലേജറും പിന്നെ ഒരു ഗോൾഡൻ ആപ്പിളും പിന്നെ ഇതും ഒരു സോംബി ഉണ്ടാവും, ഒരു ഗോൾഡൻ ആപ്പിളും പിന്നെ പോയ്സണും ഉണ്ടാവും. അപ്പം കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഒരു ഐലൻഡ് പോയിട്ടില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമ്മളിവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വിടാം. ഈ ഒരു വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇതിലൂടെ നൈസായിട്ടൊന്ന് പോകണം ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പുറത്തെ ഒരു സൈഡിൽ ഒരു സംഭവം കാണുന്നില്ലേ, ഈ മരത്തിൻ്റെ തൊട്ടിപ്പുറം ഒരു വേറെ സാധനം കാണുന്നില്ലേ. ഇപ്പം അങ്ങോട്ട് നോക്കാത്ത എനിക്ക് താഴോട്ട് പോകുന്നതിനെ കൊണ്ടാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, കാണിച്ചു തരാം. ആടെ ഒരു സ്നോയിൻ്റെ ഒരു സ്ഥലം കാണുന്നില്ലേ, അവിടെയാണ് നമ്മളെ സംഭവം ഉണ്ടാകുക. ഓക്കെ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ആ വില്ലേറില്ല ഇവിടുന്ന് അങ്ങനെ ആടെത്തിക്കുന്ന എനിക്ക് ഒരു എത്തും പിടി കിട്ടുന്നില്ല. നമുക്ക് വില്ലേജേഴ്സിനെ നമുക്ക് എടുത്തിട്ട് വില്ലേറിനാണ് കൊണ്ടുവരിക, വില്ലേറാക്കിയിട്ട്. അപ്പോൾ നമുക്ക് പ്രശ്നം വെച്ചാൽ ഒരു വില്ലേറിനെ മാത്രമേ കിട്ടൂ. വേറൊരു ഐഡിയ വെച്ചാൽ നമ്മളെ മൂവ് ഫാമിൽ തന്നെ കുറേ വില്ലേജേഴ്സ് വന്ന് സ്പോണാവും, അവരെ ക്യൂർ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ആപ്പിൾ കിട്ടും. ഒന്ന് നമ്മൾ എക്സ്ട്രാ നമ്മളൊന്ന് ഉണ്ടാക്കുക, ഗോൾഡ് കുറച്ച് കിട്ടുമല്ലോ, അപ്പം എക്സ്ട്രാ ഒന്ന് ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് ഒരു വില്ലേറിനെ കിട്ടും. രണ്ട് വില്ലേറിനെ ഗോൾഡ് ഫാമിൽ നിന്ന് എടുത്തിട്ട് ഓരോ ഒരുമിച്ച് ക്യൂർ ചെയ്യാം. അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. നമുക്കെന്തായാലും നേരെ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഇവിടെ വേറൊരു ഐലൻഡ് കൂടി ഉണ്ട്. നമുക്ക് കുറച്ച് മരം മുറിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്, നമുക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും ബ്ലോക്കൊക്കെ വെച്ച് നൈസായിട്ട് പോകാം. നമുക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ ഭയങ്കര ഇടങ്ങാറാവുകൊണ്ടാണ് നമ്മൾ വുഡ് മൈൻ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഗൈസ്. തൊട്ടടുത്തൊരു ഐലൻഡ് ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ വെള്ളമായിരിക്കും ഇവിടെ മൊത്തം, അതുകൊണ്ട് പൊട്ടിക്കുന്നില്ല. ഇവിടെ വേറെ ഒന്നും ഇല്ലാലോ, ചെസ്റ്റായിട്ടുണ്ടോ? ഇല്ലാലോ, ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലായിരിക്കില്ല, ഇത് വേറെ ബ്ലോക്കാണ്. ഇവിടെ പോയി പൂടാ, ഞാൻ വിചാരിച്ച് പോയി ഊരി കളിക്കുന്നു. എൻ്റെ മോനെ കത്തിപ്പോയി. ഓക്കെ, ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് ഓടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ വേണം. ആടെ ഞാൻ 2 വോൾഫിനെ കണ്ടെങ്കിൽ ഓരോന്നൊക്കെ വേണേൽ പെറ്റാട്ടം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. 2 വോൾഫ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. വില്ലേറുടെ സോംബി വില്ലേറുടെ കാണുന്നില്ല. എൻ്റെ മാപ്പിൻ്റെ കുഴപ്പമാണ്. മാപ്പിൻ്റെ കുഴപ്പമാണെന്നറിയില്ല. ഇതിൻ്റെ അകത്ത് ഇതാ ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ഇപ്പം മന്ദാരിയിലെ കൊണ്ടുപോകില്ല. ഇവിടെ അകത്ത് മറ്റേ ബോർഡുണ്ട്. ഇവൻ കാരനാണോ എന്നൊരു സംശയം. ഇവൻ സോംബി വില്ലേറിനൊക്കെ കണ്ടാൽ അടിച്ചു കൊന്നളയുന്നുണ്ടെങ്കിൽ അതാണോ കാരണം, അല്ലെങ്കിൽ ഈ മാപ്പിൻ്റെ കുഴപ്പമായിരിക്കും, പറയാൻ പറ്റൂല. നമുക്കെന്തായാലും ഇവിടുന്ന് ഗോൾഡൻ ആപ്പിളും മറ്റേ ക്യൂറിങ്ങിൻ്റെ സാധനമൊക്കെ എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ, നമുക്കെന്തായാലും ഇതൊക്കെ പിന്നെ വന്നെടുക്കാം. ക്യൂറിങ്ങിൻ്റെ സാധനമൊക്കെ നമുക്കെന്തായാലും നൈസായിട്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ പോലും നമ്മൾ ഒരു സംവിധാനം നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് മോവ് ഫാം 2 ലെയറോടെയും കൂട്ടും. പിന്നെ നെക്സ്റ്റ് വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ കൊണ്ടുവരും, അല്ലെങ്കിൽ അടുത്ത വീഡിയോ കൊണ്ടുവരും. അടുത്ത വീഡിയോ എന്തായാലും മോവ് ഫാം വലുതാക്കും. മോവ് ഫാം വലുതാക്കിയില്ലെങ്കിൽ നമുക്ക് വില്ലേറിനെ കിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഐസ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എനിക്ക് അത്ര സ്നോബോളൊക്കെ കിട്ടി. ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ കാര്യം, ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു ഊഹം പറഞ്ഞത് ഗൈസ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ എന്തായാലും റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. 800 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. എന്തായാലും 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കും. അപ്പോൾ എന്തായാലും റോഡ് ടു 1K. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബേസിലേക്ക് പോയിട്ട് ചെസ്റ്റിൽ കൊണ്ടുവച്ചത്. അപ്പോൾ ശരി ഗൈസ്.